പാക് അതിർത്തിയിൽ ഒരു സുന്ദര ഭൂമി. അവിടെ നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്നത് അത്രയും വെള്ള നിറം മാത്രമാണ്. പ്രകൃതിയുടെ മായാജാലത്തിൽ പിറവിയെടുത്ത സുന്ദര പ്രദേശം. ഏകദേശം 30,000 ചതുരശ്ര കിലോമീറ്ററോളം ഇതിങ്ങനെ പരന്നു കിടക്കുന്നു. പറഞ്ഞു വരുന്നത് ഇന്ത്യയുടെ ഉപ്പ് മരുഭൂമിയെക്കുറിച്ചാണ്. അതെ, റാൻ ഓഫ് കച്ച് എന്ന ഉപ്പുവനത്തിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം കൂടി. നിങ്ങളിൽ ആരെങ്കിലും ഇവിടെ പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് അവിടുത്തെ നിങ്ങളുടെ അനുഭവം? എന്തായാലും കമന്റ് ചെയ്യൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. റാൻ ഓഫ് കച്ച് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള അതിർത്തിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ ഉപ്പ് ചതുപ്പ് പ്രദേശമാണിത്. ഇത് കൂടുതലും ഇന്ത്യയുടെ ഗുജറാത്തിലെ കച്ച് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു ചെറിയ ഭാഗം പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിലേക്ക് വ്യാപിച്ചിരിക്കുന്നു. മരുഭൂമി പോലെ തോന്നിക്കുന്ന സ്ഥലം, എന്നാൽ മണ്ണും മഞ്ഞും ഒന്നുമല്ല, ഉപ്പ് മരുഭൂമിയാണ്. അതാണ് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച്. റാൻ എന്നാൽ മരുഭൂമി എന്നാണ് അർത്ഥം. മണൽ കൊണ്ടുണ്ടായ മരുഭൂമി എന്ന് തെറ്റിദ്ധരിക്കുമെങ്കിലും ഇവിടെ എത്തുമ്പോൾ ആ സംശയമൊക്കെ അങ്ങനെ പാടെ മാറും. മഴക്കാലത്ത് ഉപ്പ് തടാകമായിരിക്കും. അതിലെ വെള്ളം വറ്റുമ്പോൾ അവിടമാകെ വെള്ള നിറത്തിലുള്ള ഉപ്പ് കൊണ്ട് നിറയും. ഉപ്പ് മരുഭൂമി എന്നും വെള്ള മരുഭൂമി എന്നുമൊക്കെ ഈ സ്ഥലത്തെ വിളിക്കുന്നതിന് പിന്നിലും അതാണ് കാരണം. 30,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന ഈ പ്രദേശം ഗുജറാത്തിലെ കച്ച് ജില്ലയിൽ താർ മരുഭൂമിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മേഖലയാണിത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല കൂടിയാണ് കേട്ടോ ഈ കച്ച്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഉപ്പ് മരുഭൂമികളിൽ ഒന്നും ഇവിടെ തന്നെയാണ്. ഇവിടെ ജീവിക്കുന്നവർ കച്ചികൾ എന്ന് അറിയപ്പെടുന്നു. വേനൽക്കാലത്ത് ഇവിടുത്തെ താപനില 50 അടുക്കാറുണ്ട്. കച്ച് ജില്ലയുടെ കിഴക്കും വടക്കും റാൻ ഓഫ് കച്ചാണ്. പടിഞ്ഞാറ് അറബിക്കടലും തെക്കുഭാഗത്ത് കച്ച് ഉൾക്കടലുമാണ്. ഒരു വശത്ത് കച്ച് പാകിസ്ഥാനുമായും അതിർത്തി പങ്കിടുന്നുണ്ട്. പകുതിയോളം ഭൂപ്രദേശം ഉപ്പ് മരുഭൂമിയാണ്. 23,000 ചതുരശ്ര കിലോമീറ്റർ വരുന്ന ഗ്രേറ്റ് റാൻ ഓഫ് കച്ചും 16,000 ചതുരശ്ര കിലോമീറ്റർ വരുന്ന ലിറ്റിൽ റാൻ ഓഫ് കച്ചും. ഒരു കാലത്ത് ഇവിടെ മുഴുവൻ സമുദ്രമായിരുന്നുവെന്ന് പറയപ്പെടുന്നു. തുടർന്നുണ്ടായിരുന്ന ഭൂചലനങ്ങളിലൂടെ കടൽ പിൻവാങ്ങിയതാണത്രേ. റാൻ ഓഫ് കച്ചിന്റെ കിഴക്കേ അതിരിലാണ് ഹാരപ്പൻ സംസ്കാരത്തിലെ ധോളാവീര എന്ന പ്രദേശം. ചരിത്ര വിദ്യാർത്ഥികൾക്കും ചരിത്രാന്വേഷികൾക്കും ഏറെ പ്രിയപ്പെട്ട ഇടമാണ് ധോളാവീര. ദോർദോ എന്ന ഇന്ത്യ പാക് അതിർത്തി ഗ്രാമത്തിൽ നിന്നാണ് കച്ച് മരുഭൂമി തുടങ്ങുന്നത്. കണ്ണുകളിലേക്ക് വെള്ള കയറും വിധത്തിൽ അവസാനമില്ലാത്ത വെളുത്ത പ്രദേശം, ഭൂമിയും ആകാശവും ഒന്നു ചേരുന്നിടം. തിരിച്ചറിയാനാകാത്ത വിധം റാൻ ഓഫ് കച്ച് എന്ന ഉപ്പ് മരുഭൂമി നീണ്ടു പരന്ന് കിടക്കുകയാണ്. പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിലേക്ക് ഇവിടെ നിന്ന് 53 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഉപ്പ് പരലുകൾ കട്ടിയായി മാറിയ ഈ മരുഭൂമി താണ്ടണമെങ്കിൽ ഒട്ടകമാണ് ഏക ആശ്രയം. സഞ്ചാരികളെ കാത്തുകിടക്കുന്നത് നിരവധി ഒട്ടക വണ്ടികളാണ്. ഓരോ യാത്രക്കാരനെയും പ്രതീക്ഷിച്ച് ഒട്ടകങ്ങളുമായി ആളുകൾ പിറകെ കൂടുന്നു. കൃഷി ഇറക്കാൻ കഴിയാത്ത ഈ ഭൂമിയിൽ പശുക്കളും എരുമകളും ഒട്ടകങ്ങളുമാണ് ആളുകളുടെ വരുമാന മാർഗം. മഴക്കാലത്ത് വെള്ളത്തിനടിയിലാകുന്ന ഈ പ്രദേശം വേനലിൽ വെള്ളം വറ്റുന്നതോടെ ആദ്യം ചതുപ്പും പിന്നെ ഉപ്പ് പരലുകളുമായി ഭൂമി മാറും. ഈ വെളുത്ത ഭൂമി സൂര്യാസ്തമനത്തോടെ ചുവന്നു തുടുക്കുന്നത് മനോഹര കാഴ്ചയാണ്. പൂർണ്ണചന്ദ്രൻ എത്തുന്ന രാത്രികളിൽ ഉപ്പ് പരലുകൾ വെട്ടിത്തിളങ്ങും. മരുഭൂമിയുടെ 0 പോയിന്റ് എന്ന് വിളിക്കുന്ന മറ്റൊരിടത്ത് സൂര്യോദയം കാണാം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടുത്തെ ഉത്സവമാണ്. ഒക്ടോബർ അവസാന വാരത്തിൽ ആരംഭിക്കുന്ന റാൻ ഉത്സവം ഫെബ്രുവരി വരെ നീളും. 3 മാസത്തോളം നീണ്ടുകിടക്കുന്ന ഈ ഉത്സവം ഇവിടുത്തുകാരുടെ മാത്രം ഉത്സവമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ ഇവിടേക്ക് ഒഴുകിയെത്തും. ഒക്ടോബർ അവസാന വാരം ആരംഭിക്കുന്ന ഉത്സവം ഫെബ്രുവരി അവസാന വാരം വരെ നീണ്ടു നിൽക്കും. ഉത്സവകാലത്ത് വെള്ള നിറത്തിലുള്ള ഉപ്പ് മരുഭൂമിയിൽ ടെന്റിൽ രാത്രി കഴിച്ചുകൂട്ടാം. മരുഭൂമിയിൽ ഒരു രാത്രി ചെലവഴിക്കുക എന്നത് പലരുടെയും ആഗ്രഹമായിരിക്കും. നിലാവുള്ള രാത്രികളിൽ ഇവിടുത്തെ താമസം നല്ല അനുഭവമായിരിക്കും എന്നത് തീർച്ചയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.